ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ മാസങ്ങൾക്ക് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളതും ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഞാൻ പോയോ ഇല്ലേ എന്നുള്ള എൻക്വയറീസും ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലത്തെ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ്, ഞാൻ അന്നത്തെ വീഡിയോയിൽ അവിടുത്തെ റൂം ടൂർ മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവിടെ നിന്നിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഫുഡിനെ കുറിച്ചായാലും അതുപോലെ ഞാൻ അവിടെ പോയിട്ടില്ലേ എന്നൊക്കെ കുറേ ഡൗട്ട്സൊക്കെ വന്നപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസവും അതുപോലെ അന്നത്തെ ദിവസത്തെയും ഫുഡും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കണ്ണൂരിൽ നിന്നൊക്കെ ഇവിടേക്ക് നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുഡിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് തന്നതായിരുന്നു. ഒരു കുപ്പി ലേഹവും അതുപോലെ എള്ള് കടല പൊടിച്ചതും പിന്നെ അരിഷ്ടം അതുപോലെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു പോയതാണ്. മുക്കിടി പിന്നെന്താ കഷായം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഷായം 2 ബോട്ടിൽ കഷായം അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ആട്ടിൻ സൂപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റിലൊക്കെ രാവിലെ ഓരോ മരുന്നുകളൊക്കെ അരച്ചിട്ട് അതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പം അങ്ങനെ മരുന്നുകളും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അന്നത്തെ ഉച്ച മുതലുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഉച്ച മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച അധിക ദിവസവും ബിരിയാണി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണിയും ഒക്കെ ഉണ്ടാവും. അതുപോലെ തേങ്ങാച്ചോറുണ്ടാവും. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുറവൊന്നുമില്ല കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നല്ല ഫുഡ് നമുക്കവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഉച്ചയ്ക്ക് കിട്ടുന്ന ഫുഡായിരിക്കില്ല കേട്ടോ രാത്രി വേറെ ഫുഡായിരിക്കും, ഉച്ചയ്ക്ക് വേറെ. അങ്ങനെ രണ്ട് നേരത്തും വേറെ ഫുഡാണ്. പിന്നെ അന്നത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈസ്റ്റാൻഡേഴ്സിന് 3 നേരവും നമുക്ക് ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന സ്ത്രീകൾക്ക് 6 നേരവും ഫുഡാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമുക്ക് എന്തെല്ലാം ഫുഡാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് ബിരിയാണിയിലേക്കുള്ള തൈരാണ്. ഇപ്പോൾ റൂം ടൂറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കൊന്നൊന്നുമില്ല. ഇത് ഡൈനിങ് ഹാള് നമ്മൾ അന്ന് കാണിച്ച റൂമല്ല കേട്ടോ. ഇത് അന്ന് കാണിച്ചിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ അതാ ബൈസ്റ്റാൻഡേഴ്സിന് കിടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കട്ടിലുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു ബെഡ് ഇവിടെയാണ് ഞാനും മോളും കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു റൂം അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. പിന്നെ കുറേ പേർക്ക് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികളെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെയാണ് കുളിപ്പിക്കുക. ഈ ബാത്റൂമിൽ വെച്ചിട്ട് കുളിപ്പിക്കുക. ഇവിടെ നിന്ന് തന്നെ എണ്ണ തേച്ചിട്ട് അവിടെ നിന്ന് തന്നെ കുളിപ്പിക്കും. പിന്നെ നമ്മുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുണ്ട്, അങ്ങോട്ട് ലിഫ്റ്റിൽ പോകലാണ്. ഇതിൻ്റെ മുകളിലാണ് തെറാപ്പിയുടെയൊക്കെ സ്ഥലം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഏരിയ അവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് രാവിലെ ഒരു 5:30 മണിക്കൊക്കെ നമുക്ക് അവർ ഇത് കൊണ്ടുവരും, പാലും ഒക്കെ കൊണ്ടുവന്നിട്ട് അത് കുടിച്ചിട്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. നമുക്ക് മേലേക്ക് പോകാനൊക്കെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റിലാണ് അങ്ങോട്ട് പോവലും വരലൊക്കെ. പിന്നെ കിച്ചണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം അവരിരുന്ന ഫുഡ് തന്നെ നമുക്ക് ഉണ്ടാവും. പിന്നെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ ഇവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ഇവിടുന്ന് ഉമ്മ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഉമ്മയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇതാണ് കേട്ടോ മറ്റേ റൂം. ഏകദേശം സെയിമാണ് നമ്മൾ അന്ന് കാണിച്ച, ഏകദേശം അല്ല അതുപോലെ തന്നെയാണ് അന്ന് കാണിച്ച അതേപോലെ തന്നെയാണ് റൂമും കാര്യങ്ങളെല്ലാം. നല്ല നീറ്റായിട്ടുള്ളത് തന്നെയാണ്. ഡെയിലി ക്ലീനിങ്ങിന് ഒരു ഇത്ത വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും റൂമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുക. അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. നമ്മളോട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാം അടിപൊളിയായിരുന്നു. സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ ഉഷാറാണ്.
ഞാൻ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ലാസ്റ്റ് ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ എനിക്ക് വൈകുന്നേരത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഓട്സ് ആണ് കേട്ടോ അന്ന് വൈകുന്നേരം ഉണ്ടായിരുന്നത്. ആ സമയത്ത് മക്കൾ സ്കൂളും വിട്ട് വന്നിട്ടുണ്ട്, അവർ ചായക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളത് ഞാൻ രാത്രിക്കത്തെ ഫുഡ് കാണിച്ചു തരാം. ഇതാ രാത്രിക്കയിലെ ഫുഡാണ്. അത് മക്കൾക്ക് കൊടുത്തതിന് ശേഷമാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. മക്കൾക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നല്ലോ, അപ്പോൾ അന്ന് രാത്രിക്കുള്ള ഫുഡാണ് ഈ കാണിക്കുന്നത്. അന്ന് ചീരയുടെ കറിയും അതുപോലെ 2 ഉപ്പേരിയാണ് കേട്ടോ രാത്രി ഉണ്ടായിരുന്നത്. ഇത് ഒരു വാഴക്ക ഉപ്പേരിയും അതുപോലെ ക്യാരറ്റ് ഉപ്പേരിയാണ് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് പപ്പടമാണ് കേട്ടോ ഉണ്ടായത്. ഇത് തലേ ദിവസത്തെ നമ്മൾ പോരുന്നതിൻ്റെ തലേ ദിവസത്തെ കാര്യമാണ്. പിന്നെ പോരുന്ന അന്നത്തെ ഉച്ചവരെയുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് തെറാപ്പിയുടെ കാര്യമാണ്. നമ്മളിപ്പോൾ വീട്ടിൽ സ്ത്രീകളെ വെച്ചിട്ടൊക്കെ അല്ലേ ആദ്യമൊക്കെ എൻ്റെ 3ാമത്തെ ഡെലിവറി ആദ്യത്തെ 2നും വീട്ടിൽ സ്ത്രീകളെ വെച്ചിട്ടായിരുന്നു. അപ്പം അതുപോലെ ഒന്നല്ല, ഇത് തെറാപ്പിസ്റ്റുകളാണ് നമ്മളെ തെറാപ്പി ചെയ്യുന്നത്. ഇങ്ങനെ പഠിച്ചിറങ്ങിയ തെറാപ്പിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തെറാപ്പി ആയിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ രാവിലക്കത്തെയാണ് കേട്ടോ. അത് രാവിലെ നമുക്കൊരു 5:15 കഴിഞ്ഞ ഉടനെ നമുക്ക് ഇത് കൊണ്ടുവരും. ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതും 3 കാടമുട്ടയും 1 ഗ്ലാസ് പാലും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വന്ന ഉടനെയൊക്കെ ഓരോ മരുന്നുകളൊക്കെ അരച്ചതും നമുക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് കുടിച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ പോവുക, തെറാപ്പിക്കും കുളിക്കാനൊക്കെ പോവുക. അത് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. ആ ഒരു സമയം നമുക്ക് കഴിക്കാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തും. അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയാണ്. ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ചായയും അവർ നമുക്ക് തരും. എല്ലാവർക്കും കുടിക്കാനുള്ള ചായയും ഉണ്ടാവും. അപ്പോൾ അന്ന് ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പം മുഴുവനായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓർമ്മ ഉണ്ടാവുന്നില്ല, വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വീഡിയോസും ഒന്നും എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും അന്ന് എന്തൊക്കെയോ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അന്ന് ഇക്കാക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്നുള്ള ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതായത് കഞ്ഞിയാണ്. നമുക്ക് 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി കൊണ്ടുവരും. ഇത് ഉലുവാക്കഞ്ഞി, തേങ്ങയും ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള ഉലുവാക്കഞ്ഞിയാണ് കേട്ടോ ഇതുള്ളത്. അതിലേക്ക് മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു. അതാണ് 10 മണിക്കുള്ള നമ്മുടെ ഫുഡ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് പോകാനുള്ള പാക്കിങ്ങിൻ്റെയും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫുഡ് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ചോറ്, ഉച്ചയ്ക്കുള്ള ഫുഡാണ് കേട്ടോ കാണിക്കുന്നത്. ചോറ്, സാമ്പാർ, മീൻ പൊരിച്ചത്, അവിയൽ അതായിരുന്നു കേട്ടോ അന്നത്തെ ഫുഡ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത്. ഫുഡ് കഴിച്ച ഉടനെ പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. എനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന് നമുക്ക് കിട്ടിയത്. എല്ലാ കാര്യത്തിലായാലും നല്ല എക്സ്പീരിയൻസ്, നല്ല റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാനുള്ള കാര്യം അതാണ്, ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോസും ഷെയർ ചെയ്യാത്തതുകൊണ്ട് പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അതൊന്നുമല്ല കേട്ടോ. ഞാനിവിടുന്ന് വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, എനിക്ക് ഇവിടുന്ന് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നമ്മളിവിടെ 30 ദിവസത്തെ പാക്കേജായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. 40 ദിവസത്തെ പാക്കേജും ഒക്കെ ഉണ്ട്. നമ്മൾ 30 ദിവസത്തെ പാക്കേജായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അവിടെ നമുക്ക് ബേബിയുടെ ഫോട്ടോഷൂട്ടും വേണമെങ്കിൽ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അവരെടുത്ത് തരും, അവിടെ നിന്ന് തന്നെ എടുത്തു തരും. അതിനുള്ള സർവീസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം മോളുടെ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത ഫോട്ടോയിൽ 2-3 ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഫുഡിൻ്റെ കാര്യമായാലും ഞാനിപ്പോൾ ഇന്ന് കാണിച്ച ഫുഡായിരിക്കില്ല എല്ലാ ദിവസവും ഉണ്ടാവുക. വൈകുന്നേരങ്ങളിലൊക്കെ പല ടൈപ്പ് ഐറ്റംസ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. മമ്പയർ, ചെറുപയർ, പഴം, ബ്രെഡ്, അങ്ങനെ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മളെ യാത്ര അയക്കാൻ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഞാനിപ്പോൾ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്.
അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.